പോരായ്മകളുടെ മുഴുവൻ ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. എല്ലാവരും താഴെ തട്ടിന് മാത്രം. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ്. അത് സിറ്റിസൺഹുഡിന് നല്ലതല്ല. സിറ്റിസൺ എന്ന് പറയുന്നത് ആരാണ്? എല്ലാവർക്കും തുല്യാവകാശമാണ്. ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടവരായാലും ശരി തന്നെ, ഏത് ഇക്കണോമിക് കാറ്റഗറിയിൽപ്പെട്ടവരായാലും ശരി തന്നെ, ഏത് ഇന്റലിജൻസ് കോഷ്യന്റ് എടുത്താൽ പോലും അങ്ങനെ നമുക്ക് എത്ര വേരിയൻസ് ഉണ്ടാവും? hundreds or thousands or 10,000s or maybe lakhs variants. ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാനൊക്കത്തില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടത്. ഏറ്റവും ഉഴലുന്ന വർഗമേത്? ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ് കോളേജിലെത്തി SFIയിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് വാസ് ദിസ്: ദ മിഡിൽ ക്ലാസ്. ഒരു കാലത്തും ഒരു പരിഗണനയും കിട്ടത്തുമില്ല. എന്നാൽ ഉന്നതിയിൽ എത്താനുള്ള അവരുടെ ഒരു സമ്പദ്ഘടന ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും ഒരു കാരണവശാലും ഒരു ഔന്നത്യം സൃഷ്ടിക്കപ്പെടാവുന്ന മേഖലയിലേക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് പോലും വകയില്ലാതെ പോകുന്ന ഒരു ടാക്സ് പെയർ ആയിട്ട്, ഒരു ഹംബിൾ, ഒരു സ്ലേവിഷ് ടാക്സ് പെയർ ആയിട്ട് അവശേഷിക്കുന്ന വിഭാഗമാണ് മിഡിൽ ക്ലാസ്. ഇന്നലെ സത്യത്തിൽ നിർമ്മല സീതാരാമൻ ഹാസ് വെരി ലോയലി, very generously and benevolently presented for the first time in her long tenure of 8+ years the budget of the people of India. That is my fair understanding. ബാക്കി കമ്പോണൻസ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഇന്ന് പത്രത്തിൽ എടുത്തു വെച്ച് കാച്ചുന്ന പോലെ തളർന്നു, വീഴ്ത്തി, വെട്ടി, നത്തിങ്. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ കാര്യം ഞാൻ പറയാം, എന്തോ ഒരു നുണപ്രചരണമാണെന്ന്. ഞാൻ രാജ്യസഭയിൽ റോസ്റ്റർ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് ആ സുരേഷ് ഗോപിയെ പോലും നിങ്ങൾ അവഹേളിച്ചു. It is rhetoric. It is not damaging. I grew after that. അവിടെ ഡാമേജിങ് അല്ലായിരുന്നു. പക്ഷെ ജനങ്ങളെ ഡിസീവ് ചെയ്യാൻ, ജനങ്ങളെ അവരുടെ ചിന്താഗതിയെ വഴിതെറ്റിച്ചു കൊടുക്കുക. ഒരു സർക്യൂട്ട് പോലും കൊടുത്തില്ല കേരളത്തിന്. സർക്യൂട്ട് പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലല്ല. ഓരോ വകുപ്പിനും ഇന്നലെ തന്നെ എടുത്തെടുത്ത് പറഞ്ഞ് എനർജി സെക്ടർ, പവർ സെക്ടർ, urban സെക്ടർ, ഫാമിംഗ് സെക്ടർ, വാട്ടർ, വകയിരുത്തലും വിലയിരുത്തലിലൂടെ വകയിരുത്തലും നൽകലും ഓരോ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ്. ടൂറിസത്തിനും പറഞ്ഞു. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. 2019 മുതൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ, ട്രൈബൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ യുദ്ധം ചെയ്യുന്ന ആളാണ് ഞാൻ.